ആഗോള സാമ്പത്തിക രംഗത്ത് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ലോകത്തിലെ ഏറ്റവും ശക്തവും സുസ്ഥിരവുമായ കറൻസികളിലൊന്നായ UAE ദിർഹം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രൂപമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പരമ്പരാഗതമായി നാം കണ്ടുവരുന്ന നോട്ടുകളും നാണയങ്ങളും എന്ന സങ്കല്പത്തിനപ്പുറം സാങ്കേതിക വിദ്യയുടെ അത്യാധുനിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദിർഹത്തെ ആഗോള ഡിജിറ്റൽ വിപണിയുടെ നെടും തൂണാക്കി മാറ്റുകയാണ് UAE സെൻട്രൽ ബാങ്കിന്റെ ലക്ഷ്യം. കേവലം പേപ്പറിലോ ലോഹത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല കറൻസി എന്നും അതിന് ഡിജിറ്റൽ ലോകത്ത് അതിവേഗം സഞ്ചരിക്കാനുള്ള ശേഷി ഉണ്ടാകണമെന്നും UAE ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇതിന്റെ ഭാഗമായി പുതുതായി രൂപകൽപ്പന ചെയ്ത ഒരു തനത് കറൻസി ചിഹ്നവും ഡിജിറ്റൽ ദിർഹത്തിന്റെ വ്യാപനവുമാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഈ മാറ്റം UAEയിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന സാമ്പത്തിക ഇടപാടുകളെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന അന്വേഷണമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഒരു രാജ്യത്തിന്റെ കറൻസിക്ക് സ്വന്തമായി ഒരു ചിഹ്നം ലഭിക്കുക എന്നത് സാമ്പത്തിക പരമാധികാരത്തിന്റെയും ആഗോള സ്വാധീനത്തിന്റെയും വലിയൊരു പ്രഖ്യാപനമാണ്. അമേരിക്കൻ ഡോളറിന് ചിഹ്നവും ബ്രിട്ടീഷ് പൗണ്ടിന് ചിഹ്നവും യൂറോയ്ക്ക് ചിഹ്നവും ഇന്ത്യൻ രൂപയ്ക്ക് അതിന്റെ തനത് അടയാളവും ഉള്ളതുപോലെ ഇനി മുതൽ UAE ദിർഹത്തിനും ലോകമെമ്പാടും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേക ഗ്രാഫിക് ചിഹ്നമുണ്ടാകും. നിലവിൽ ഒരു വില രേഖപ്പെടുത്തുമ്പോൾ AED എന്നോ അല്ലെങ്കിൽ അറബ് അക്ഷരത്തിൽ ചേർത്തുള്ള ചുരുക്ക രൂപങ്ങളോ ആണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ പുതിയ ചിഹ്നത്തിന്റെ വരവോടെ ഈ രീതി പൂർണ്ണമായും മാറും. കറൻസിയുടെ പേര് എഴുതുന്നതിന് പകരം ഒറ്റ ചിഹ്നത്തിലൂടെ ദിർഹത്തെ പ്രതിനിധീകരിക്കാൻ സാധിക്കും. ഇത് ഡിജിറ്റൽ ലോകത്ത് വിനിമയങ്ങൾ കൂടുതൽ ലളിതവും വേഗത്തിലുമാക്കാൻ സഹായിക്കും. ആഗോള ഡിജിറ്റൽ പേയ്മെന്റ് ഹബ്ബായി മാറാനുള്ള UAEയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ഈ പുതിയ ചിഹ്നത്തിന് ആഗോളതലത്തിൽ ലഭിച്ച ഔദ്യോഗിക അംഗീകാരമാണ് ഇതിന് പിന്നിലെ ഏറ്റവും വലിയ ചരിത്ര നേട്ടവും. ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, എഴുത്ത് രീതികൾ എന്നിവയ്ക്ക് സാർവത്രികവും ഏകീകൃതവുമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് അമേരിക്കയിലെ കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിക്കോഡ് കൺസോർഷ്യം. ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദ്യകളിൽ ഒരു ചിഹ്നം ഒരുപോലെ ദൃശ്യമാകണമെങ്കിൽ യൂണിക്കോഡിന്റെ അനുമതി അത്യാവശ്യമാണ്. UAE ദിർഹത്തിന്റെ പുതിയ ചിഹ്നത്തിന് യൂണിക്കോഡ് കൺസോർഷ്യം ഇപ്പോൾ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുണ്ട്. വരുന്ന സെപ്റ്റംബറിൽ പുറത്തിറങ്ങുന്ന യൂണിക്കോഡ് പതിപ്പ് 18-ൽ ഈ ചിഹ്നം ഉൾപ്പെടുത്തും. ഇതോടെ ആഗോളതലത്തിൽ സാങ്കേതിക വിദ്യ ഭരിക്കുന്ന ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സാംസങ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ തങ്ങളുടെ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ഈ ചിഹ്നം ഉൾപ്പെടുത്താൻ നിർബന്ധിതരാകും. സാധാരണക്കാരായ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം അവരുടെ വിരൽത്തുമ്പിലാണ് പ്രതിഫലിക്കുക. ഡിജിറ്റൽ യുഗത്തിൽ കീബോർഡുകൾ വഴിയാണ് നാം വിനിമയങ്ങൾ നടത്തുന്നത്. പുതിയ ചിഹ്നം പ്രാബല്യത്തിൽ വരുന്നതോടെ സ്മാർട്ട് ഫോൺ കീബോർഡുകളിലും കമ്പ്യൂട്ടറുകളിലും ഇത് ലഭ്യമാകും. കമ്പ്യൂട്ടർ കീബോർഡുകളിൽ ഷിഫ്റ്റും 6 അതായത് ഷിഫ്റ്റ് +6 ഒരേ സമയം അമർത്തിയാൽ ദിർഹത്തിന്റെ പുതിയ ചിഹ്നം ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സാങ്കേതിക ക്രമീകരണം വരുന്നത്. ഒരു ഇംഗ്ലീഷ് അക്ഷരമായ ഡിയോട് സാദൃശ്യമുള്ളതും എന്നാൽ തനതായ ശൈലിയിലുള്ളതുമായ ആകർഷകമായ ഡിസൈനിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ബാങ്കിംഗ് ആപ്ലിക്കേഷനുകളിലും ബില്ലുകളിലും ഇനി മുതൽ ഈ ചിഹ്നമായിരിക്കും കാണാൻ സാധിക്കുക. കറൻസിയുടെ പേര് നീട്ടി എഴുതേണ്ടതില്ലാത്തതിനാൽ ഡിജിറ്റൽ സ്ക്രീനുകളിൽ ഇടം ലാഭിക്കാനും കൂടുതൽ വ്യക്തത നൽകാനും ഇതിലൂടെ സാധിക്കും. പുതിയ ചിഹ്നത്തോടൊപ്പം തന്നെ UAE കറൻസി രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന മറ്റൊരു പദ്ധതിയാണ് ഡിജിറ്റൽ ദിർഹം. കേന്ദ്ര ബാങ്കുകൾ നേരിട്ടിറക്കുന്ന ഡിജിറ്റൽ കറൻസി അഥവാ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന ആശയത്തിന്റെ UAE പതിപ്പാണ് ഇത്. നാം ഇന്ന് ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ കറൻസികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഡിജിറ്റൽ ദിർഹം. ക്രിപ്റ്റോ കറൻസികൾക്ക് പിന്നിൽ കൃത്യമായ ഒരു നിയന്ത്രണ സംവിധാനമോ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോ ഉണ്ടാകാറില്ല. അതിനാൽ തന്നെ അവയുടെ മൂല്യം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഡിജിറ്റൽ ദിർഹം എന്നത് UAE സെൻട്രൽ ബാങ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും ഉത്തരവാദിത്തത്തിലും പുറത്തിറങ്ങുന്ന ഔദ്യോഗിക കറൻസിയാണ്. നിങ്ങളുടെ കൈവശമുള്ള ഒരു പേപ്പർ ദിർഹത്തിന് എന്ത് മൂല്യമാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഡിജിറ്റൽ ദിർഹത്തിനും ഉണ്ടാവുക. ഇതിനായി പ്രത്യേകമായി ഒരു ലോഗോയും സെൻട്രൽ ബാങ്ക് ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. സാമ്പത്തിക രംഗത്തെ ഈ ഡിജിറ്റൽ വൽക്കരണം UAEയിലെ വ്യാപാര മേഖലയ്ക്ക് പുതിയൊരു ഉണർവ് സമ്മാനിക്കും. നിലവിലെ ക്രെഡിറ്റ് കാർഡുകൾ വഴിയോ ഡെബിറ്റ് കാർഡുകൾ വഴിയോ പണം കൈമാറുമ്പോൾ ബാങ്കുകൾ ഈടാക്കുന്ന പ്രോസസ്സിംഗ് ഫീസും സമയനഷ്ടവും വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ ഡിജിറ്റൽ ദിർഹം യാഥാർത്ഥ്യമാകുന്നതോടെ ഇടപാടുകൾ യാതൊരു ഇടനിലക്കാരുമില്ലാതെ സെൻട്രൽ ബാങ്കിന്റെ സുരക്ഷിതമായ ശൃംഖല വഴി നേരിട്ട് നടക്കും. ഇത് പണം കൈമാറ്റത്തിന്റെ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ചെറുകിട കച്ചവടക്കാർക്കും വലിയ കോർപ്പറേറ്റുകൾക്കും ഒരേപോലെ ലാഭകരമായ ഒരു അന്തരീക്ഷമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇടപാടുകൾ തത്സമയം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതിനാൽ ബിസിനസ്സുകളിലെ പണമൊഴുക്ക് കൂടുതൽ സുഗമമാകും. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതമായും വേഗത്തിലും സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ ഇത് വഴിയൊരുക്കും. ഈ സാങ്കേതിക
സാങ്കേതിക വിപ്ലവത്തിന്റെ ഗുണഫലങ്ങൾ യുഎഇയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കും നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രക്രിയ കൂടുതൽ ലളിതവും ചെലവ് കുറഞ്ഞതുമായി മാറുകയാണ്. സാധാരണയായി ബാങ്കുകളിലോ മണി എക്സ്ചേഞ്ചുകളിലോ വഴി പണം അയക്കുമ്പോൾ വലിയൊരു തുക ഫീസിനത്തിലും വിനിമയ നിരക്കിലെ വ്യത്യാസത്തിലും നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഡിജിറ്റൽ കറൻസി അധിഷ്ഠിതമാക്കിയുള്ള അന്താരാഷ്ട്ര പണമിടപാട് സംവിധാനങ്ങൾ നിലവിൽ വരുന്നതോടെ സെക്കൻഡുകൾക്കുള്ളിൽ വളരെ കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്ക് പണം എത്തിക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് കേന്ദ്ര ബാങ്കുകളുമായി സഹകരിച്ചുകൊണ്ട് അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ വേഗത്തിലാക്കാനുള്ള പരിഷ്കരണങ്ങൾ യുഎഇ സെൻട്രൽ ബാങ്ക് ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് പ്രവാസികളുടെ സാമ്പത്തിക ഭാരം വലിയ രീതിയിൽ കുറയ്ക്കും. എല്ലാ വലിയ മാറ്റങ്ങളും പോലെ ഈ ഡിജിറ്റൽ കറൻസി വിപ്ലവവും ചില സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമായിട്ടുണ്ട്. പരമ്പരാഗതമായ നോട്ടുകളും നാണയങ്ങളും പൂർണ്ണമായും നിർത്തലാക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. എന്നാൽ ഭൗതികമായ കറൻസി നോട്ടുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പേപ്പർ കറൻസികൾക്ക് പകരമായിട്ടല്ല, മറിച്ച് അവയ്ക്ക് പാരലലായി ഉപയോഗിക്കാവുന്ന മറ്റൊരു സുരക്ഷിത മാർഗമായിട്ടാണ് ഡിജിറ്റൽ ദീർഘത്തെ വികസിപ്പിച്ചിരിക്കുന്നത്. സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ മടിയുള്ളവർക്കോ പ്രായമായവർക്കോ തങ്ങളുടെ പക്കലുള്ള സാധാരണ നോട്ടുകൾ തന്നെ തുടർന്നും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇടപാടുകളുടെ സുരക്ഷയെക്കുറിച്ചും സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും ആളുകൾക്ക് ആശങ്കയുണ്ട്. എന്നാൽ ബ്ലാക്ക് ചെയിൻ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് സെൻട്രൽ ബാങ്ക് ഈ സംവിധാനം ഒരുക്കുന്നത്. അതിനാൽ വ്യാജ കറൻസികൾ നിർമ്മിക്കാനോ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനോ സാധിക്കാത്ത വിധം ഇത് സുരക്ഷിതമായിരിക്കും. ആഗോളതലത്തിൽ നോക്കുമ്പോൾ യുഎഇ നടപ്പിലാക്കുന്ന ഈ പരിഷ്കാരങ്ങൾ ലോകത്തെ മറ്റ് വികസിത രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാണ്. സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിനും അവ വിതരണം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ചെലവാണ് രാജ്യത്തിന് ലാഭിക്കാൻ കഴിയുന്നത്. കൂടാതെ എല്ലാ ഡിജിറ്റൽ ഇടപാടുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നതിനാൽ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനും നികുതി വെട്ടിപ്പുകൾ ഇല്ലാതാക്കാനും സർക്കാരിന് എളുപ്പത്തിൽ സാധിക്കും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സുതാര്യത വർദ്ധിപ്പിക്കുകയും വിദേശ നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യും. ഭാവിയിലെ ധനകാര്യ ലോകം എങ്ങനെയായിരിക്കണം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് യുഎഇ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ചുരുക്കത്തിൽ യുഎഇ ദീർഘത്തിന്റെ ഈ അടിമുടി മാറ്റം കേവലം ഒരു ചിഹ്നത്തിലോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലോ ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഭാവിയിലെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ നയിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ചുവടുവയ്പ്പാണ്. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിൽ അത്രമേൽ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക വിനിമയങ്ങളും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. ആപ്പിളും ഗൂഗിളും സാംസങ്ങും തങ്ങളുടെ അടുത്ത അപ്ഡേറ്റുകളിലൂടെ യുഎഇ ദീർഘത്തിന്റെ പുതിയ ചിഹ്നം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ സ്ക്രീനുകളിൽ എത്തിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ യുഎഇയുടെ സാമ്പത്തിക ശക്തിയുടെ അടയാളപ്പെടുത്തലായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഈ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനും പുതിയ സാങ്കേതിക സാധ്യതകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാനും നമ്മളും സജ്ജരാകേണ്ടതുണ്ട്. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഈ പുതിയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സുരക്ഷിതവും ലളിതവുമായ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു പുതിയ പുലരിയാണ് ഇനി യുഎഇയിൽ പിറവിയെടുക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.